ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 1. ലോകായുക്ത ഭേദഗതി ബില്ലിൽ തിരിച്ചടിയേറ്റത് ഗവർണർക്ക്. ഭരണഘടനയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന LDF സർക്കാരിൻ്റെ നിലപാടുകളുടെ വിജയമാണ് ലോകായുക്ത ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. സാമാന്യ നീതിക്ക് ചേരാത്ത വിധത്തിലും ഭരണഘടനാ വിരുദ്ധമായും കേരള ലോകായുക്ത നിയമത്തിൽ നിലനിന്ന ചില വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി നിയമസഭ പാസാക്കിയ ബില്ലിന് അംഗീകാരം നൽകാതെ പിടിച്ചുവച്ച് മാസങ്ങൾക്കു ശേഷം രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. ഓർഡിനൻസായി കൊണ്ടുവന്നപ്പോൾ മുതൽ ബില്ലിനു പിന്നിൽ രാഷ്ട്രീയ ദുരുദ്ദേശം ആരോപിച്ച് തുടർച്ചയായി പുകമറയുണ്ടാക്കിയ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും കരണത്തേറ്റ അടികൂടിയാണിത്. രാഷ്ട്രപതിക്ക് അയക്കേണ്ട ഒരു നിയമപ്രശ്നവും ബില്ലിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഭരണഘടനയും ലോക്പാൽ നിയമവും വായിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുമായിരുന്നു. നിയമസഭയ്ക്ക് പൂർണ്ണമായും നിയമനിർമ്മാണ അധികാരമുണ്ടെന്ന് പാർലമെന്റ് തന്നെ അംഗീകരിച്ച മേഖലയിൽ സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കിയ ബില്ലുകൾക്ക് മുകളിൽ അടയിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് നിയമന അധികാരി കൂടിയായ രാഷ്ട്രപതി തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ ഗവർണർമാർ പിടിച്ചുവെക്കുന്നതിനെതിരെ കേരളം ഫയൽ ചെയ്ത ഹർജി മാർച്ച് 3-ാം വാരം സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ലോകായുക്ത ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ഈ സാഹചര്യത്തിൽ ഭൂപതിവ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള എല്ലാ ബില്ലുകൾക്കും ഗവർണർ ഉടനടി അംഗീകാരം നൽകുകയാണ് വേണ്ടത്. അന്വേഷണം നടത്തുന്ന ഏജൻസിക്ക് തന്നെ ശിക്ഷ വിധിക്കാൻ അധികാരം നൽകുന്ന 1999 ലോകായുക്ത നിയമത്തിലെ വ്യവസ്ഥയാണ് പ്രധാനമായും ഭേദഗതി ചെയ്തത്. സുപ്രീം കോടതിക്ക് പോലും ഇല്ലാത്ത അധികാരമാണ് ലോകായുക്തയ്ക്ക് ഈ വ്യവസ്ഥയിലൂടെ നിലവിൽ ഉണ്ടായിരുന്നത്. ആരോപണം നേരിടുന്നയാൾക്ക് അപ്പീലിനും അവസരമുണ്ടായിരുന്നില്ല. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്നുകൂടി കണ്ടെത്തിയാണ് മാറ്റം വരുത്തിയത്. പാർലമെന്റ് പാസാക്കിയ ലോക്പാൽ നിയമത്തിലും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയ മാതൃകാ നിയമത്തിലും ഇത്തരം വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. കേരള ലോകായുക്ത നിയമത്തിൽ മാത്രമാണ് ഭരണഘടനാ വിരുദ്ധവും സാമാന്യ നീതിക്ക് നിരക്കാത്തതുമായ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ 14, 19, 21 എന്നിവ പ്രകാരം ആരുടെ അവകാശത്തെയാണോ ബാധിക്കുന്നത് അത്തരത്തിലുള്ള ഏതൊരു വ്യക്തിക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് അവരെ കേൾക്കുക എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. നിർഭാഗ്യവശാൽ 14-ാം വകുപ്പ് എതിർകക്ഷിക്ക് നിലപാട് വ്യക്തമാക്കാനുള്ള അവകാശം നിഷേധിക്കുകയായിരുന്നു. പൊതുപ്രവർത്തകരുടെ അധികാര ദുർവിനിയോഗം തടയുകയെന്ന ഗൗരവത്തോടെയാണ് 1999 കേരള ലോകായുക്ത നിയമം LDF സർക്കാർ കൊണ്ടുവന്നതെന്ന് നിയമത്തിലെ വ്യവസ്ഥകൾ വായിച്ചാൽ തന്നെ വ്യക്തമാകും. പക്ഷേ ഈ നിയമത്തിൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന വ്യവസ്ഥ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ലോക്പാൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് സമാനമായ ഭേദഗതി വരുത്തുകയാണ് LDF സർക്കാർ ചെയ്തത്. മാതൃകാ ലോകായുക്ത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 17 സംസ്ഥാനങ്ങളിലെ നിയമത്തിലെ വ്യവസ്ഥകളുമായി സമാനത വരുത്തി. ബില്ലിൻ്റെ ചർച്ചയ്ക്കിടയിൽ നിയമസഭയിൽ പ്രതിപക്ഷമുയർത്തിയ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനായില്ല. ബിൽ ഗവർണർക്ക് നൽകിയപ്പോൾ അംഗീകാരം നൽകരുതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. ഓർഡിനൻസിൽ ഒപ്പിട്ട ഗവർണർ ഓർഡിനൻസ് നിയമസഭയിൽ ചർച്ച ചെയ്ത് നിയമമാക്കിയപ്പോൾ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടു. വിശദീകരണം നൽകിയിട്ടും ബില്ലിന് അംഗീകാരം നൽകാതെ ഗവർണർ നാടുനീളെ ബില്ലിനെതിരെ പ്രസംഗിച്ചു നടന്നു. ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് ബിൽ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തത്. രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്ന ബില്ലുകളിൽ വർഷങ്ങൾക്ക് ശേഷമാണ് തീരുമാനമെടുക്കാറ്. എന്നാൽ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ ഭരണഘടനാ പ്രകാരമാണെന്ന് നിയമ മന്ത്രാലയത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 3 മാസത്തിനകം അംഗീകാരം കിട്ടിയത്. ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിനെതിരെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ കോടതിയോട് മറുപടി പറയേണ്ട, നിയമിച്ച രാഷ്ട്രപതിയോട് മാത്രമേ ബാധ്യതയുള്ളൂ എന്നായിരുന്നു ഗവർണർ പറഞ്ഞത്. ഇപ്പോൾ രാഷ്ട്രപതി തന്നെ തള്ളിപ്പറഞ്ഞതോടെ ഗവർണർ സ്ഥാനത്തു നിന്ന് രാജിവെച്ച് പുറത്തു പോകാനുള്ള മാന്യത കാട്ടുകയാണ് വേണ്ടത്. പക്ഷേ ഭരണഘടനയ്ക്കും ഫെഡറൽ തത്വങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാത്ത ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് ആ മാന്യത പ്രതീക്ഷിക്കാൻ കഴിയില്ല.